നമസ്കാരം, ഞാൻ കൃഷ്ണന്മാരാണ്. രണ്ടായിരത്തി 24 അവസാനിക്കുകയാണ്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട 2 സിനിമകളെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ. 2024 ഏകദേശം 200-ന് മുകളിലെ സിനിമകൾ തിയേറ്ററിലായിട്ടും OTT-യിലായിട്ടും മലയാള ഭാഷയിൽ ഇറങ്ങിയിട്ടുണ്ട്. 200-ന് ഒട്ടുമിക്കതും കണ്ടതാണ് കൂടെയാണ് ഞാൻ. പലതും തിയേറ്ററിൽ പോയി കണ്ടതുണ്ട്. അവസാനം ഇറങ്ങിയ ലൈഫ് ക്ലബും മറൂസും വരെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഒപ്പം ചിലത് മികച്ച അഭിപ്രായങ്ങൾ നേടിയിട്ട് തിയേറ്ററിൽ പോകാൻ കഴിയാതെ OTT വന്ന് കണ്ടതുമുണ്ട്. ഇത് എനിക്ക് ഇതുവരെ കാണാൻ പറ്റാത്തൊരു സിനിമ തന്നെ ആദ്യം പറയാമെന്ന് വിചാരിക്കുകയാണ് സുഷ്മ ദർശിനി. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എൻ്റെ പ്രിയപ്പെട്ട 5 സിനിമകളെ സെലക്ട് ചെയ്യുന്ന ഒരു വേദിയിൽ ഞാൻ സുഷ്മ ദർശിനിയെ കൂട്ടിയിട്ടിടക്കാൻ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിയേറ്ററിലേക്ക് എത്താൻ കഴിയാതെ പോയതാണ് ഒരു സിനിമ റിലീസിലേക്ക്. ചില വ്യക്തിപരമായ കാരണങ്ങളായിരുന്നു എൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട 5 സിനിമകളിലൂടെ നമുക്കൊന്ന് വെറുതെ പോയിട്ട് വരാം. ആദ്യത്തെ സിനിമ കിഷ്കിന്ധ എന്നാണ്. 2024 അവസാന മാസങ്ങളിൽ റിലീസായ ദിൽജിത്ത് അയ്യത്താൻ സംവിധാനം ചെയ്ത ആസിഫ് അലിയും അപർണ ഭാനുമുരളിയും വിജയരാഘവനും ഒക്കെ ഗംഭീരമായിട്ട് അഭിനയിച്ച മനോഹരമായ സ്ക്രീൻ പ്ലേ ഉണ്ടായിരുന്നു. പക്ഷെ മലയാളത്തിൽ 2024 ഇറങ്ങിയ ഒരു കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ ഇറങ്ങിയ ഏറ്റവും നല്ല തിരക്കഥ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയായിരുന്നു കിഷ്കിന്ധ കാണ്ഡം. അത് ചെറിയൊരു സബ്ജക്റ്റിനെ ഭംഗിയായിട്ട് ഒരു എത്തും വിധിയും കിട്ടാതെ ഒരു ത്രില്ലർ എന്ന രീതിയിലേക്ക് പ്രസന്റ് ചെയ്യാൻ ദിൽജിത്തിന് കഴിഞ്ഞു എന്നതാണ് ഈ ഒരു സിനിമയുടെ വിജയമായിട്ട് ഞാൻ കാണുന്നത്. കിഷ്കിന്ധ കാണ്ഡവും ഈ തിയേറ്ററിൽ പോകാൻ പറ്റാതെ പോയ സിനിമയാണ്. ഞാൻ OTT-യിലായിരുന്നു ഇത് കണ്ടത്. ഗംഭീര സിനിമയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്തവരെ ഉറപ്പായിട്ട് കാണേണ്ട സിനിമയാണ്. പ്രത്യേകിച്ച് വിജയരാഘവൻ എന്ന് പറയുന്ന അസാമാന്യ പ്രതിഭയുടെ അഭിനയ മുഹൂർത്തങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. എൻ്റെ കഥയിലോട്ടൊന്നും ഞാൻ പോകുന്നുണ്ട്. അത് ആവശ്യമില്ലാത്തതാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എൻ്റെ ആദ്യത്തെ സിനിമ 2024 ഏറ്റവും ഇഷ്ടപ്പെട്ട ആദ്യത്തെ സിനിമ കിഷ്കിന്ധ കാണ്ഡമാണ്. ഇനി രണ്ടാമത്തെ സിനിമ അത് 2024 ആദ്യം ഇറങ്ങിയ സിനിമയാണ്. ആട്ടം എന്ന് പറയുന്ന സിനിമയാണ്. ആനന്ദ് ഏകർഷി സംവിധാനം ചെയ്ത 57ാമത്തെ ഫിലിം ഫെസ്റ്റിവലിന്റെ ഓപ്പണിംഗ് മൂവി ആയിട്ട് വന്ന തിയേറ്റർ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി OTT വന്ന ശേഷം ഗംഭീരമായ അപ്രിസിയേഷനുകൾ കിട്ടിയ മനോഹരമായൊരു സിനിമ. ഈ സിനിമ സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ നഷ്ടമായത് ഒരു കപ്പിനും ചുണ്ടിനുമിടയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്നതാണ്. മനോഹരമായ സിനിമ സ്വാഭാവികമായി ഇംതിയാസ് അലിയെ പോലെ ഒരു ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സംവിധായകന്റെ ഒപ്പം പ്രവർത്തിച്ച ഒരു പരിചയമൊക്കെ ആനന്ദിനെ ഈ ഒരു സിനിമയെ ഒരുക്കിയെടുക്കാൻ സഹായിച്ചിട്ടുണ്ടാവും. ഇതിനകത്ത് വലിയ പേരുകളൊന്നും ഈ സിനിമയാണ്. വിനയ് ഫോർട്ടിനെ പോലെ ചില ആളുകൾ മാത്രമേ, ഷാജോണിനെ പോലെയൊക്കെ ഉള്ള ചില ആളുകൾ മാത്രമേ ഈ സിനിമയിൽ പരിചിതമായ മുഖങ്ങളായിട്ടുള്ളൂ. എന്നിട്ട് പോലും ആ തിരക്കഥയുടെ ഭംഗിയുണ്ട്, അതിൻ്റെ ഒരു ക്രാഫ്റ്റിങ്ങിൻ്റെ മേക്കിങ്ങിൻ്റെ ഭംഗിയുണ്ട്. ഈ സിനിമ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് മാറി. എനിക്ക് ഈ സിനിമ സജസ്റ്റ് ചെയ്ത അരുൺ എന്ന് പറയുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. മൂന്നാമത്തെ സിനിമ
രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടന്റെ ഗംഭീര അഭിനയ കാഴ്ചവെച്ച അല്ലെങ്കിൽ അഭിനയം കാഴ്ചവെച്ച മനോഹരമായ സിനിമ. മനോഹരമെന്നൊന്നും പറയാൻ പോലെ അതൊരു ശരിക്കും പറഞ്ഞാൽ വേറെ എന്തെങ്കിലും വാക്കുകളുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു നരേഷനും പ്രസന്റേഷനും ഒക്കെ ആയിരുന്നു രാഹുൽ സദാശിവൻ മമ്മൂക്കി ഒക്കെ ഈ ഒരു സിനിമയിൽ കാഴ്ചവെച്ചത്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ലെജൻഡ് ഈ സിനിമയിലെ വേഷങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കാണിക്കുന്ന ഒരു ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ ജാഗ്രത എന്നൊക്കെ പറയുന്നത് ശരി അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തുകൊണ്ടാണ് മമ്മൂട്ടി, മോഹൻലാൽ അവരൊക്കെ ഇന്നും സിനിമയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് എന്നുള്ളതൊക്കെ കഴിഞ്ഞ 2-3 വർഷത്തെ അവരുടെ സിനിമകളുടെ പ്രശ്നം മമ്മൂക്കയുടെ സിനിമകളുടെ ഒരു തിരഞ്ഞെടുക്കൽ നമുക്ക് കാണാം. കാതൽ, റോഷാക്ക്, ഈ വർഷം ടർബോ, ഭ്രമയുഗം, അങ്ങനെ ഓരോ സിനിമകളും വളരെ വ്യത്യസ്തമായ തിരഞ്ഞെടുപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മമ്മൂക്ക എന്ന് പറയുന്ന നടൻ അതങ്ങോട്ട് മാറി നിന്നിട്ട് പുനമൻ പോറ്റി എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെ ആണ് നമുക്കത് കാണാൻ കഴിയുക. പരകായ പ്രവേശം എന്നൊക്കെ പറയാൻ തന്നെ ശരിക്കും മമ്മൂട്ടിയുടെ സിനിമയാണ് എന്ന് പറയുന്നതിനേക്കാളുപരി ഇത് സംവിധായകന്റെ സിനിമയാണ്. രാഹുൽ സദാശിവൻ എന്ന് പറയുന്ന സംവിധായകന്റെ സിനിമയാണ്. അദ്ദേഹത്തിന്റെ ഭൂതകാലം ഒക്കെ വളരെയധികം നിരൂപക പ്രശംസ പിടിച്ചു പറ്റിയതും മികച്ച നിലവാരം പുലർത്തിയതുമായ ഒന്ന് തന്നെയായിരുന്നു. നമുക്കൊന്ന് 4ാമത്തെ സിനിമയിലേക്ക് വരാം. അത് ആടുജീവിതമാണ്. ഒട്ടും അൺഎക്സ്പെക്റ്റഡായ സെലക്ഷൻ തന്നെ. ഇവര് 3 സിനിമകളും അൺഎക്സ്പെക്റ്റഡ് സെലക്ഷൻ ആണെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ ആടുജീവിതം എന്ന് പറയുന്ന സിനിമ ഞാൻ ടോപ്പ് 5 കൊണ്ടുവരാൻ കാര്യം ഉറപ്പായിട്ടൊരു പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന നടൻ തന്നെയാണ്. ബ്ലസ്സി എന്ന് പറയുന്ന മലയാളത്തിലെ ഏറ്റവും മികച്ച സംവിധായകന്റെ സിനിമ എന്നതിലുപരിയായിട്ട് ഇത് പൃഥ്വിരാജിന്റെ സിനിമയാണ്. ബ്ലസ്സിയുടെ സിനിമ എന്ന രീതിയിലല്ല ഞാൻ ആടുജീവിതത്തെ കണ്ടതും ആ സിനിമയുടെ അനുഭവിച്ചതും. അത് പൃഥ്വിരാജിന്റെ സിനിമ എന്ന രീതിയിലാണ്. അതിനുവേണ്ടി മനുഷ്യരുടെ ഡെഡിക്കേഷൻ ഉറപ്പായിട്ടും ബ്ലസ്സി സാറ് അത്രയും എൻ്റെ ഇൻവോൾവ് ആയി എങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് മാറി നിന്നുകൊണ്ട് ബ്ലസ്സിയുടെ ഏറ്റവും മികച്ച സിനിമയാണ് ആടുജീവിതം എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന. പക്ഷെ പൃഥ്വിരാജ് സുകുമാരൻ്റെ ഏറ്റവും മികച്ച സിനിമയാണ് ആടുജീവിതം. ആടുജീവിതം എൻ്റെ ഏറ്റവും മികച്ച ഈ വർഷത്തെ 5 സിനിമകളിൽ 4ാമത്തെയാണ്. 5ാമത്തേത് ഈ വർഷം ഞാൻ ആദ്യം തിയേറ്ററിൽ കണ്ട സിനിമയാണ് മഞ്ഞുമൽ ബോയ്സ്. ചിദംബരം എന്ന് പറയുന്ന ഗണപതിയുടെ സഹോദരനെ ഞാനേറ്റു ജനയമൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സൗബിനും ശ്രീനാഥ് ഭാസിയും ഒക്കെ അഭിനയിച്ച വളരെ എന്റർടൈനിങ് ആയ സിനിമ. സിനിമയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കൺമണി അൻപോർ ഖാദരൻ എന്ന് പറയുന്ന പാട്ടിനെ ഭംഗിയായി അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ്. 2ാമത്തേത് എൻ്റെ ആർട്ട് വർക്കുകളും മറ്റു കാര്യങ്ങളുമാണ്. മനോഹരമായ പ്രസൻറ്റേഷൻ, നല്ല ക്യാമറ, നല്ല പാട്ടുകൾ, ഇന്നത്തെ തലമുറയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്ന പാട്ടുകൾ ഒക്കെ ആ സിനിമയുടെ പ്രത്യേകതയായിരുന്നു. ഈ 5 സിനിമകളാണ് 2024 എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ഞാൻ വീഡിയോ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മറ്റ് പ്രത്യേക സിനിമകളും ഇതിനകത്ത് അനേകമായ സിനിമകളും ഒക്കെ ഉണ്ട്. ബാക്കി സിനിമകളൊന്നും മോശമായതുകൊണ്ടല്ല, ഇത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എനിക്ക് കുറച്ചുകൂടി എൻ്റെ ലിസ്റ്റ് ചെയ്ത സമയത്ത് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് തോന്നിയ 5 സിനിമകൾ മാത്രമാണ്. 2024 മലയാള സിനിമയ്ക്ക് ഒരു
പുതിയ തലം, പുതിയ മുഖം കൊണ്ടുവന്ന വർഷം കൂടിയായിരുന്നു. ആ ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 2025 നമ്മൾ കടക്കാൻ പോകുന്നത്. ഒരുപടി മികച്ച ചിത്രങ്ങൾ മലയാളത്തിൽ വരാൻ പോകുന്നുണ്ട്. അതൊക്കെ പ്രതീക്ഷയോടെ കത്തുകൊണ്ട് തിയേറ്ററിൽ കഴിയുന്നത്തെ സിനിമകൾ ആസ്വദിക്കാൻ കഴിയട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് എത്തുന്നു. താങ്ക് യു.